ഹായ് ഹലോ മക്കളെ, വെൽക്കം ബാക്ക് ടു റാൻസ് ലേണിംഗ് പോർട്ടൽ. സോ കോർഡിനേഷൻ കെമിസ്ട്രി അടുത്തൊരു ഭാഗമായിട്ടാണ് സർ വന്നിരിക്കുന്നത്. അതായത് അതിൽ നിന്ന് ചോദിക്കുന്ന വാലൻസ് ബോണ്ട് തിയറിയുടെ ഒരു അപ്ലിക്കേഷൻ ടൈപ്പ് ചോദ്യം. അത് സ്ഥിരമായിട്ട് ചോദിക്കാറുണ്ട്. ഇന്ന കോമ്പൗണ്ട് തന്നിട്ട് പാരാമാഗ്നറ്റിക് ആണ്, ഇത് ഡയാമാഗ്നറ്റിക് ആണ്, എന്തുകൊണ്ട് എന്ന് ചോദിക്കും. അപ്പൊ നമുക്ക് ഈസി ആയിട്ട് ആൻസർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഈസി മെത്തേഡിലൂടെയാണ് സർ എന്ത് ചെയ്യുന്നത്, ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ പെട്ടെന്ന് നോക്ക്, ഇവിടെ ഒരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. NiCN4 ടൈം 2-. സോ ഇവിടെ നമ്മൾ ആദ്യം കാണുന്നത് എന്താണ്? ഓക്സിഡേഷൻ നമ്പർ ഓഫ് നിക്കൽ ആണ്. അതെന്തായിരിക്കും? +2 ആയിരിക്കും. എന്തായിരിക്കും? +2. സോ നിക്കൽ എന്ന് പറയുന്നത് അറ്റോമിക് നമ്പർ എത്രയാ? 28. അപ്പൊ Ni2+ എന്ന് പറഞ്ഞാൽ എന്താ? Ni2+ എന്ന് പറഞ്ഞാൽ ആർഗൺ കോർ. അപ്പൊ 18 പിന്നെ ആരാ? 4s ഉണ്ട്, 3d ഉണ്ട്. 4s എന്തുണ്ടാകും? അതായത് നിക്കലിന്റെ ഇതാണ്, ഇങ്ങനെയാണ് വരിക. ആർഗൺ കോർ 4s2 3d8 ആണ് അല്ലെ. സ്കൂട്ടി വിക്രമൻ 25. നിക്കൂസർ എന്ന് പറഞ്ഞാൽ 28ാമത്തെ ആള്. സോ Ni2+ അവസാനത്തെ ഷെല്ലിൽ നിന്ന് 2 പോകും. 4s പോയി. ബാക്കി ആരിലാണുള്ളത്? 3d-യിലാണുള്ളത്. എത്രയിലാണുള്ളത്? 3d-യിലാണ് എന്തുള്ളത്? ഇലക്ട്രോൺസ് കാണപ്പെടുന്നത്. സോ 3d-യിൽ ഉണ്ടായത് കൊണ്ട് തന്നെ ഞാൻ എന്ത് ചെയ്യുന്നു? അതിനെന്ത് ചെയ്യുന്നു? വരക്കുന്നു. ഇതാ ആദ്യം ഞാൻ 3s ഓർബിറ്റൽ വരക്കുന്നു. പിന്നെന്ത് ചെയ്യുന്നു? 3p ഓർബിറ്റല്. പിന്നെന്ത് ചെയ്യുന്നു? 3d ഓർബിറ്റലും വരക്കുന്നു. ഇതല്ലേ 3d. അതിന് ചുറ്റും എന്തുണ്ട്? 4s ഉണ്ട്. അതുപോലെ ആരുണ്ടടാ? 4s ഉണ്ട്. അതുപോലെ ആരുണ്ട്? 4p ഉണ്ട്. സോ 3s2 ഫുൾ ആണ്, 3p6 ഫുൾ ആണ്. ഇത് വരക്കണമെന്നില്ല. പക്ഷെ മറ്റു വരച്ചാൽ 3d മുതലാണ് വരക്കേണ്ടത്. സോ 3d-യുടെ കേസിൽ എന്താ? 3d8 1 2 3. ആദ്യം എല്ലാം സിംഗിളി ഓക്യുപ്പൈ. പിന്നെന്ത് ചെയ്യാ? 8 ബട്ട് ഹിയർ നോക്ക്, CN ആണുള്ളത്. CN ഈസ് എ സ്ട്രോങ് ഫീൽഡ് ലിഗാൻഡ് അല്ലെ. സ്ട്രോങ് ഫീൽഡ് ലിഗാൻഡ് ആണ്. സോ എന്ത് നടക്കും? പെയറിങ് നടക്കും. അവിടെ എന്ത് നടക്കും? പെയറിങ് നടക്കും. സോ പെയറിങ് നടക്കുന്നതുകൊണ്ട് തന്നെ എന്താകും? നമ്മുടെ 3d എന്താവും? 1 2 3 4 5. 4s 4p. 3d-യിൽ പെയറിങ് നടക്കും. സോ 1 2 1 2. ഇവിടെ 1 ഇവിടെയും 2 ഉണ്ട്. ഈ അവസാനത്തെ 2 ഷെൽ ഞാൻ ഒന്ന് മാറ്റേ. ഇത് രണ്ടും ഹാഫ് ഫീൽഡ് ആയിരുന്നല്ലടാ. ആ ഹാഫ് ഫീൽഡ് എന്ത് ചെയ്യടാ? പെയറിങ് നടന്നു. സോ ഇനി നോക്ക്, ഇതിന്റെ കോർഡിനേഷൻ നമ്പറിലേക്ക് നോക്കുക. ഇവിടുത്തെ നമ്പർ എത്രയാ? 4. എത്രയാ? 4. അപ്പൊ എന്ത് വേണം? 4 എന്ത് വേണം? അൺപെയർഡ് അല്ലെങ്കിൽ ഒന്നുമില്ലാത്ത ഓർബിറ്റലുകൾ വേണം. ഇവിടെ ഏതൊക്കെയാ? 4 എന്താ? ഫസ്റ്റ് ഇവിടുന്ന് അങ്ങ് തുടങ്ങുക. 2 ഇവിടെ അല്ലെ. 1 2 3 4. അപ്പൊ ഏതാ വരിക? നോക്ക്, DsP2. ഏതാണ്? DsP2 ഹൈബ്രിഡൈസേഷൻ ആയിരിക്കും. ഏതായിരിക്കും? DsP2. ഇതിന്റെ മാഗ്നറ്റിക് പ്രോപ്പർട്ടി എന്താ? ഇവിടെ നോക്ക്. ഇവിടെ എല്ലാരും എന്താ? ഫുള്ളി ഫിൽഡ് അല്ലടാ. അപ്പൊ എന്താ മാഗ്നറ്റിക് പ്രോപ്പർട്ടി? ഡയാമാഗ്നറ്റിക് ആണ്. ഏതാണ്? ഡയാമാഗ്നറ്റിക് നേച്ചർ ആയിരിക്കും അതിൽ എന്ത് ചെയ്യുക? കാണപ്പെടുക. ഓക്കെ ആണോ? NiCN4 ഓക്കെ ആണടാ. ഡയാമാഗ്നറ്റിക് പ്രോപ്പർട്ടി ആണ്. ഓക്കെ അല്ലടാ? ഓക്കെ അല്ലേ? സോ നമ്മൾ എന്ത് ചെയ്യാണ്? അടുത്തത് NiCl4-2-. ഓക്സിഡേഷൻ നമ്പറിൽ മാറ്റമൊന്നുമില്ല. ഓക്സിഡേഷൻ നമ്പർ ഇസ് ഈക്വൽ ടു +2. സോ നിക്കലിന്റെ Ni2+ എഴുതുന്നുള്ളൂ. സോ എന്ത് വരും? Ar3d8 അല്ലെ. Ar3d8 ആയിട്ട് വരും. സോ അത് ഞാൻ വരക്കുന്നു. 3d8 ആണ്. 1 2 3 4 5. ഓക്കെ. ഇവിടെ എന്തുണ്ട്? 4s ഉണ്ട്. അതുപോലെ ആരുണ്ടടാ? 4p ഉണ്ട്. 4s ഉണ്ട്, 4p ഉണ്ട്. സോ നമുക്ക് എന്ത് ചെയ്യണം? ഇലക്ട്രോൺ പെയറിംഗ് എന്ത് ചെയ്യണം? ടേക്ക് പ്ലേസ് ചെയ്യണം. ബട്ട് Cl ഈസ് എ വീക്ക് ഫീൽഡാ അല്ലെ. വീക്ക് ഫീൽഡ് ലിഗാൻഡാ. എടാ വീക്ക് ഫീൽഡ് ലിഗാൻഡ് അല്ലടാ. വീക്ക് ഫീൽഡ് ലിഗാൻഡ് ആണ്. വീക്ക് ഫീൽഡ് ലിഗാൻഡ് നോ പെയറിംഗ്. അവിടെ എന്ത് നടക്കില്ലടാ? പെയറിംഗ് എന്ത് ചെയ്യില്ല? സംഭവിക്കില്ല. എന്ത് നടക്കില്ല? പെയറിംഗ് സംഭവിക്കില്ല. ഇനി കോർഡിനേഷൻ നമ്പറിലേക്ക് നോക്ക്. കോർഡിനേഷൻ നമ്പർ എത്രയാ? 4 ഏതാണ്? 4 ആണ്. സോ എന്താ നമ്മുടെ അതെന്താ വരിക? അതാ ഇയാൾ ഇങ്ങനെ തന്നെ ഉണ്ടാകും. ഫോറസ് ഉണ്ട്, 4p ഉണ്ട്.
സോ ഇവര് 1 2 3 4 ഏത് ഹൈബ്രിഡൈസേഷനിലേക്ക് മാറും? sp3 ഹൈബ്രിഡൈസേഷനിലേക്ക് എന്തടാ ആ ഒരു ചോദ്യം മാറും. സോ ഇവിടെ നോക്ക്, ഇവിടെ രണ്ടിലും എന്തുണ്ട്? അൺപെയർഡ് ഇലക്ട്രോൺ ഉണ്ട്. സോ ഇയാൾ എന്താ? പാരാമാഗ്നറ്റിക് നേച്ചർ ആയിരിക്കും. അടുത്തത് COF6 3- ഒന്ന് ചെയ്ത് നോക്കുക. അതുപോലെ CONH3 6 times 3+. ഇത് സിമ്പിളാ. NH3 സ്ട്രോങ് ഫീൽഡാ, സോ പെയറിംഗ് നടക്കും. എന്നാ F6 വീക്ക് ഫീൽഡാ, പെയറിംഗ് നടക്കൂല. ആ ഒരു കോൺസെപ്റ്റ് വെച്ച് എന്ത് ചെയ്യാം? സോ അടുത്തൊരു വീഡിയോയുമായിട്ട് കാണാം. അതുവരേക്കും ബൈ.